Hello everyone, welcome back. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസിയായി ആക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. ഗസ്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ടാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയത് ബ്രെഡും പിന്നെ ഐസ്ക്രീം. ബ്രെഡ് ഞാനിവിടെ വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രെഡ് തന്നെ എടുക്കുന്നത് നല്ലത്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട്. എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുത്താൽ മതി. അതുപോലെ ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണോ അതെടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റും പിന്നെ വാനില ഫ്ലേവർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഗ്ലാസ് നിങ്ങൾക്ക് കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഈ ബ്രെഡ് വെക്കാം. അതിൻ്റെ മുകളിൽ ഈ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുക്കുമ്പോൾ കട്ടിയുള്ള ഐസ്ക്രീം യൂസ് ചെയ്യണ്ട. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് എന്തായാലും പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് മെൽറ്റായിട്ടുള്ള ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ട് മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഐസ്ക്രീമുള്ള സ്ഥലം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലാസ് ആ ഐസ്ക്രീമിന് കവറാവുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡിനെ ഒരു കത്തിനെ യൂസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. മെല്ലെ പ്രസ് ചെയ്തിട്ടെടുക്കുമ്പോൾ നീറ്റായിട്ട് കിട്ടും. അതുപോലെ കുപ്പി ഗ്ലാസ് ആകുമ്പോൾ കത്തി യൂസ് ചെയ്യേണ്ടി വരും. സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെ കയ്യിൽ വലിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ ബ്രെഡൊന്നും വേസ്റ്റ് ആവില്ല. അതുപോലെ സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് ഈ കത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ എത്ര നീറ്റായിട്ട് സ്റ്റിക്കായിട്ടുണ്ടെന്ന്. സൈഡൊക്കെ ശരിക്കും ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ എടുത്ത് വെക്കണം. ഇങ്ങനെ ആക്കിയ പാടന്നെ ഫ്രിഡ്ജിൽ വെക്കണം, ഇല്ലെങ്കിൽ ഐസ്ക്രീം അലിഞ്ഞു പോവും. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മറ്റുള്ള എല്ലാ ബ്രെഡും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ എണ്ണ ചൂടാൻ വെക്കുക. അതുപോലെ എണ്ണ നല്ലോണം ചൂടായ പിന്നെ തന്നെ ഈ ബ്രെഡ് ഇതിലിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ബ്രെഡ് നല്ലോണം എണ്ണയും പിടിക്കും, അതുപോലെ ഐസ്ക്രീം മെൽട്ടായും പോവും. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഒരു 40 സെക്കൻഡ് വരെ ഇതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോഴേക്ക് ഇത് ഗോൾഡൻ കളറാവും. പിന്നൊരു കാര്യം, ഇത് സെർവ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് ഫ്രൈ ചെയ്താൽ മതി. മുന്നേ ഫ്രൈ ചെയ്യാൻ പോണ്ട. മുന്നേ ഫ്രൈ ചെയ്താൽ ഐസ്ക്രീം എല്ലാം മെൽട്ടായി പോകും. അപ്പോൾ ഏത് സമയത്ത് സെർവ് ചെയ്യുന്നോ അതിനൊരു 5 മിനിറ്റ് മുമ്പ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലേ എത്ര ഈസി ആയിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.